നമസ്കാരം. മുഴുനീള വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വിചാരണ തുടങ്ങാനിരിക്കെ അഭിമന്യു വധക്കേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ല. എറണാകുളം സെൻട്രൽ പോലീസ് സമർപ്പിച്ച രേഖകൾ നഷ്ടമായത് സെഷൻസ് കോടതിയിൽ നിന്ന്. നഷ്ടപ്പെട്ടത് കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള സുപ്രധാന രേഖകൾ. ഡിവൈഎസ്പിയെ ആക്രമിച്ചെന്ന കേസിൽ മുഹമ്മദ് ഷിയാസിന് ജാമ്യം. അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കത്തിന് തിരിച്ചടി. ഷിയാസിന് ജാമ്യം ലഭിക്കുന്നത് 4ാമത്തെ കേസിൽ. നാളെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. വന്യജീവി ആക്രമണം തടയാൻ സമഗ്ര നടപടികളുമായി സംസ്ഥാനം. പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനായി സംസ്ഥാനതല സമിതി. വനത്തിനുള്ളിൽ മൃഗങ്ങൾക്കായി ഭക്ഷ്യവിഭവങ്ങൾ വെച്ചുപിടിപ്പിക്കുമെന്ന് മന്ത്രി ശശീന്ദ്രൻ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സുപ്രീം കോടതിയിൽ കേരളത്തിന് ആശ്വാസം, കേന്ദ്രത്തിന് തിരിച്ചടി. 13,600 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രത്തിന് അനുമതി നൽകേണ്ടി വന്നു. കേസ് പിൻവലിച്ചാൽ അനുമതി നൽകാമെന്ന കേന്ദ്ര നിലപാടിന് കോടതി വിമർശനം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെ കത്ത്. സർക്കാർ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ തയ്യാറാകണം. സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റ് നാളെ മുതൽ. മത്സരം രാവിലെ 9:30 ധരംശാലയിൽ. വിജയ തുടർച്ച ലക്ഷ്യമിട്ട് ഇന്ത്യ.